പാലക്കാട് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ സമ്പൂർണ്ണ തലമുറ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പകരം അഡ്വക്കേറ്റ് വി മുരുകദാസാണ് LDF സ്ഥാനാർത്ഥി. മുൻ MLA കെ അച്യുതന്റെ മകൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളല്ലെങ്കിലും മുതിർന്ന രണ്ട് നേതാക്കളുടെ പേര് പറഞ്ഞാണ് ഇരുവിഭാഗവും വോട്ട് പിടിക്കുന്നത്. കെ അച്യുതൻ, കെ കൃഷ്ണൻകുട്ടി പതിറ്റാണ്ടുകളായി ചിറ്റൂരിന്റെ അതികായകരായ രണ്ട് നേതാക്കൾ. ഇരുവരും ഇത്തവണ മത്സര രംഗത്തില്ലെങ്കിലും പ്രചാരണ ബോർഡുകളിൽ ഇരുവരുടെയും സാന്നിധ്യം കാണാം. അച്ചുവേട്ട, കൃഷ്ണൻകുട്ടിയേട്ട, ചിറ്റൂറുകാർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന നേതാക്കൾ ഇത്തവണ മത്സരത്തിനില്ല. കെ അച്യുതനും കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ 4 തവണ മത്സരിച്ചു. 3 തവണ കോൺഗ്രസിന്റെ കെ അച്യുതൻ വിജയിച്ചു. 1 തവണ ജനതാദളിന്റെ കെ കൃഷ്ണൻകുട്ടിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനാണ് UDF-നായി മത്സരിച്ചത്. അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണൻകുട്ടിയോട് സുമേഷ് പരാജയപ്പെട്ടു. ഇത്തവണ കെ കൃഷ്ണൻകുട്ടി മത്സരത്തിനില്ല. പക്ഷേ സ്ഥാനാർത്ഥിയായി മുരുകദാസിനായി കെ കൃഷ്ണൻകുട്ടി മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പകരക്കാരായി ഒരാളെ നിർത്തുമ്പോൾ ആ മത്സരത്തിൻ്റെ പൂർണ്ണമായ ചുമതല ഇടതുപക്ഷത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നല്ല നിലയിൽ തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. തന്റെ പിതാവ് കെ അച്യുതൻ നടപ്പിലാക്കിയ വികസനം തനിക്ക് ഓട്ടായി മാറുമെന്നാണ് സുമേഷ് അച്യുതന്റെ വാദം. ചിറ്റൂരിലെ ജനതയ്ക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തതാണ് എൻ്റെ പിതാവ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ട് തന്നെയായിരിക്കും ഇത്തവണ UDF-ന്റെ വിജയം. കെ കൃഷ്ണൻകുട്ടിയും കെ അച്യുതനും നടപ്പിലാക്കിയ വികസനങ്ങളുടെ താരതമ്യവും ചിറ്റൂർ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ചിറ്റൂരുകാരുടെ ഏട്ടന്മാർ മത്സരിക്കുന്നില്ലെങ്കിലും മണ്ഡലം മുഴുവൻ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.